Namaste, welcome to our channel, The Wheel of Fortune 77 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ? കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നമുക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 3 ടൈംസ് അവരുടെ നെയിം പറയാം. നമുക്ക് നോക്കാം റീഡിങ്. ഞാൻ എന്താ ചിരിക്കുന്നതെന്ന് മനസ്സിലായോ? അല്ല, ഞാൻ വീഡിയോസ് എടുക്കുന്ന ടൈമിൽ ഇനിയിപ്പോൾ കമൻസ് ഒക്കെ വരുമല്ലോ, ലൈക്ക് നിങ്ങൾ കഞ്ചാവ് അടിച്ചിട്ടൊക്കെയാണോ റീഡിങ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അത് ഓർത്ത് ജസ്റ്റ് ഒരു കമൻറ്റ് കണ്ടു, അത് ഓർത്ത് ഇനി പെട്ടെന്ന് ചിരിച്ചു പോയതാണ്. ഓക്കെ, പേജ് ഓഫ് കപ്സിൻ്റെ കാർഡാണ് ഫസ്റ്റിലെ നമുക്ക് വന്നിട്ടുള്ളത്. ദ വേൾഡ് കാർഡാണ് കേട്ടോ. ജസ്റ്റിസ്, give me one card. Ten of Pentacles, Seven of Cups-ന്റെ എനർജിയാണ് കേട്ടോ. എല്ലാവരും വിചാരിക്കും, എല്ലാവരും 7 of Cups കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത്? അയ്യോ, എൻ്റെ വ്യക്തിക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നോ ഗൈസ്, ഇറ്റ്സ് എ ഇല്യൂഷൻ. ഓക്കെ, ഇതൊരു ഇല്യൂഷനാണ് ഈ 7 of Cups എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ട് കാർഡ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് കാർഡ്സ് റീഡിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ മാഡം ഇത് ആ ഒരു കാർഡ്സ് ഭയങ്കര പക്കാ നെഗറ്റീവ് അല്ലേ എന്ന് പറയാറുണ്ടല്ലോ. നോ, നെഗറ്റീവ് അല്ല, ഒരു കാർഡ്സും നെഗറ്റീവ് അല്ല. നമ്മുടെ മെൻറ്റാലിറ്റി മാത്രമാണ് നെഗറ്റീവായിട്ടുള്ളത്. പിന്നെ ഈ കാർഡ്സിൽ നമ്മൾ ഒരിക്കലും റീഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാം വിചാരിക്കുന്നത് ലൈക്ക് നമ്മൾ കാർഡ്സ് ഇട്ടിട്ട് ഓരോ കാർഡ്സിൻ്റെയും മീനിങ് പറയുകയാണെന്നാണ് വിചാരിക്കുന്നുള്ളത്. അങ്ങനെയല്ല കേട്ടോ, കാർഡ്സിൻ്റെ മീനിങ് പറയല്ല, നമ്മളൊരു സൈക്കിക് എബിലിറ്റിയാണത്. അതിനാണ് നമ്മൾ ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുള്ളത്. അല്ലാതെ കാർഡ്സിൻ്റെ മീനിങ് പറഞ്ഞത് കൊണ്ട് ഒരാളുടെ പേഴ്സണൽ റീഡിങ് ആവത്തില്ല. അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും, ഞാൻ മെയിനായിട്ട് പറഞ്ഞത് നിങ്ങൾ കാർഡ്സിൻ്റെ മീനിങ് കാർഡ്സിന് ആ മീനിങ് അല്ലേ എന്ന് എല്ലാവരും ചോദിക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം മെയിനായിട്ട് എല്ലാവർക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. കാരണം റീഡിങ്സ് വരുമ്പോൾ എല്ലാവരും പറയും ലൈക്ക് നിങ്ങൾ കാർഡ്സ് മീനിങ് പറഞ്ഞു തരുന്നുണ്ടോ മാഡം? കാർഡ്സിൻ്റെ മീനിങ് അറിയാവുന്നത് കൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു സൈക്കിക് എബിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ടാരോട്സ് പഠിക്കാൻ പോകണ്ട. കാരണം പോയിട്ട് കാര്യമില്ല. കാരണം മീനിങ്സ് അറിഞ്ഞതും ഒരു കാർഡ്സിൻ്റെ മീനിങ് വെച്ച് ഒരാളുടെ പേഴ്സണലൈസ് റീഡിങ് പറയാൻ പറ്റില്ല. ഇന്നർ വർക്ക്സ് ഒക്കെ സ്ട്രോങ് ആയിട്ട് ചെയ്യണം. എല്ലാത്തിനും ഉപരി ദൈവം എന്നുള്ളൊരു കാര്യത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഇൻഡ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുള്ളത്. എനിവേ, നമുക്ക് റീഡിങ്സിലേക്ക് പോവാം. ഇവിടെ സൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, വാട്ടർ സൈൻ ആക്റ്റീവ് ആണ്. ദെൻ നമുക്കിവിടെ വന്നിട്ടുള്ളത് ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജീസ്. എഗെയിൻ നമുക്ക് വന്നിട്ടുള്ള കാർഡ്സ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ. ഐ തിങ്ക് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും ലീഗലി ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഡിവോഴ്സ് ആവണം എന്ന് ആഗ്രഹമില്ല. ഡസൻ മാറ്റർ നിങ്ങൾ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിലേഷൻ വേണം എന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്കൊരു സ്നേഹമുണ്ട്. അതാണ് മെയിൻ റീസൺ. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഈ റിലേഷനിൽ സെപ്പറേഷൻ ഫേസിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ എന്താ പറയുക എന്നുള്ളൊരു ലൈക്ക് ഇത് നിങ്ങളുടെ എനർജീസ് ആവാം ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസും ആവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിൽ എന്തോ ഒരു ലീഗലായിട്ടുള്ള ഒരു എന്തെങ്കിലും കേസായിരിക്കാം. നിങ്ങൾ കേസിന് വേണ്ടിയിട്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലീസും നിങ്ങളുടെ ഫാമിലിയായിട്ട് കേസായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളോടൊരു ഡിവോഴ്സ് ആയിരിക്കാം. സംതിങ് ഈസ് റിലേറ്റഡ് ടു ലീഗലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തോ ഉണ്ട്. എനിക്കതിവിടെ കാണാൻ വരുന്നുണ്ട്. കോർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്തെങ്കിലും ഫൈനൽ അതിന് വിധി വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ഫേസിലായിരിക്കാം. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ അവസ്ഥയും കറണ്ട് സിറ്റുവേഷനും ഒക്കെ അറിയാനായിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. ഇതൊരു കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി ജനറലായിട്ട് ഈ ഒരു റീഡിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
സി വേറൊരു കാര്യവും കൂടി ഞാൻ പറയാം. ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അതായത് ഫാദറിൻ്റെ അങ്ങനെയുള്ള ഫാമിലീസ് ഉണ്ടല്ലോ, കൂട്ടുകുടുംബം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ഒരു ഫാമിലിയിലായിരിക്കാം നിങ്ങളുള്ളത്. മാരേജ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രഡീഷൻസിന് നിങ്ങളുടെ പാരൻസ്, ഗ്രാൻഡ് പേരൻസും അങ്ങനെ അതിന് മുകളിലേക്കുള്ള തലമുറാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും ഒക്കെ ആയിട്ടും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫാമിലി ആയിരിക്കാം നിങ്ങൾ. കൂടുതലായിട്ടും കൾച്ചർ, നിങ്ങൾ ബിലീവ് ചെയ്യുന്ന റിലീജിയൻ, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും ഒരു പഴയ റൂൾസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം നിങ്ങൾ ഫോളോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം ഫോളോ ചെയ്യുന്നത്, വാട്ടവോ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഡിവോഴ്സ് ആകുമായിരിക്കാം. ലൈക്ക് മാരേജ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ഡിവോഴ്സ് ചെയ്ത് പോവുമായിരിക്കാം. ഒരു പക്ഷേ അത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ള കർമ്മയുടെ ഫലമായിട്ടായിരിക്കാം നിങ്ങളുടെ ഫാമിലിയിൽ ഏത് മാരേജ് നടന്നെന്ന് പറഞ്ഞാലും സെപ്പറേഷൻ ഫേസ്, അല്ലെങ്കിൽ ഇപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവുക, അതൊരു കാർമിക്കായിട്ട് മാറുക, നിങ്ങളുടെ മാരേജ് ഡിവോഴ്സിലേക്ക് പോവുക, ഒരു റിലേഷൻ വേണ്ടെന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർ തിരിച്ചു പോകുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങളുടെ ഫാമിലിയിലോ ഇന്നത്തെ ഇഷ്യൂസ് ഒന്നും അല്ല, കുറേ കാലങ്ങളായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ആര് മാരേജ് ചെയ്താലും ഡിവോഴ്സ് എന്നുള്ളൊരു എനർജിയിലായിരിക്കും നിൽക്കുന്നുള്ളത്. ഓക്കെ, ഇത് ആൻസിസ്റ്റേഴ്സിൻ്റെ കേർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൻസിസ്റ്റർ ചെയ്തിട്ടുള്ള കർമാസ് ആയിരിക്കാം. സോ മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു കർമ്മയുടെ ആ ഒരു ഫേസിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫേസാണ് ഇപ്പം എഗെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു എനർജിയിൽ നിങ്ങൾക്കിപ്പം ഒരു പക്ഷേ നിങ്ങൾക്കിതെല്ലാം അറിയാമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. എന്താണെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ടോട്ടലി. നിങ്ങളിപ്പം വല്ലാത്തൊരവസ്ഥയിലാണ്, ലൈക്ക് വല്ലാത്തൊരു ഇല്യൂഷൻ്റെ അവസ്ഥയിലാണ്. എന്തോ ചെയ്യണം, നിങ്ങളുടെ മൈൻഡിൽ കുറേയധികം തോട്ട്സുകളും കാര്യങ്ങളും വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മാരേജ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ മാരേജ് ലൈഫിനെ സേവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾക്കത് പറ്റുന്നില്ല. നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഈ ഒരു ടൈമിൽ ഇരിക്കുന്നുള്ളത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു വല്ലാത്തൊരവസ്ഥയിലാണ് ഈ ഒരു ടൈമിൽ ഉള്ളത്. ഇത് സെക്കൻഡ് കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതല്ല, ഇത് ജനറലായിട്ട് ഇനി ഒരു ഗൈഡൻസും ഇല്ല, ലൈക്ക് വേറെ സ്പെസിഫിക് മെസ്സേജസ് ഒന്നും എനിക്ക് ഡിവൈൻ തരുന്നില്ല. അതുകൊണ്ട് ഞാനത് നോർമലായിട്ട് നമുക്ക് നോക്കാം, ഓൾ എനർജീസായിട്ടും. എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഒരു കറണ്ട് എനർജീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കേസസിലാണെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കും, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജി ആവില്ല കേട്ടോ. ക്ലിയർ ആയിട്ട് ഞാൻ പറയുകയാണ്, പാർട്ട്ണറിൻ്റെ എനർജി അല്ല, നിങ്ങളുടെ എനർജിയാണ്. അപ്പം ഈ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ലൈക്ക് എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് ചിലരുടെയൊക്കെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കേസുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾ കോടതിയിൽ വെച്ചിട്ടായിരിക്കും ഇനി മീറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അന്ന് നിങ്ങൾക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി പറയുമായിരിക്കും, ലൈക്ക് എനിക്ക് റിലേഷനെ കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നമുക്കൊന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം, മാരേജ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം നിങ്ങൾ പറയുന്നുണ്ടാവും നിങ്ങളുടെ പാർട്ട്ണറോട്. ബട്ട് അവർ ലൈക്ക് ആ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണ്ടാന്നുള്ളൊരു മട്ടിലും ഭാവത്തിലും ആയിരിക്കും നിൽക്കുന്നുള്ളത്. അല്ലെങ്കിൽ അവർ വല്ലാത്തൊരു ലൈക്ക് അവർ ഓക്കെയാണ്, ഫൈനാണെന്നുള്ള രീതിക്ക് കാണിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഇതിൽ ഈ റിലേഷൻ വേണ്ട എന്നുള്ളൊരു തോട്ട്സ് തന്നെ ആയിരിക്കും ഉള്ളത്. എനിക്ക് ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. Please let me clarify this all energies. Why here is 10 of Pentacles here? Clarify. 10 of Pentacles. Knight of Cups. See, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ലൈക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഡീൽ ചെയ്യുന്ന നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും സ്റ്റബേൺ ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. ഞാൻ പിടിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ നിൽക്കണം, ഞാൻ വിചാരിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റബേൺ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം.
ഭയങ്കരമായിട്ടും അവരുടെ ആ ഒരു പ്രൈഡ്, അവരുടെ ഫാമിലിയുടെ ആ ഒരു ട്രഡീഷൻ്റെ നെയിമൊക്കെ, ആ ഒരു പ്രൈഡൊക്കെ ഷോൾഡറിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പം ഞാൻ പറയുന്ന രീതിക്ക് കാര്യങ്ങൾ നടന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു എനർജി ആയിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു എനർജിയിൽ നിങ്ങൾക്കത് ഡീൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എനർജിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇവരുടെ ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നുണ്ടാവില്ല. അവരുടെ ഫാമിലിയുടെ റൂൾസും അവരുടെ പേരൻസ് പറയുന്ന ചിട്ടങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യോജിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും ഒരു സെപ്പറേഷൻ ഫേസ് വന്നിട്ടുള്ളത്. 9 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയാണെങ്കിലും ശരി, ഇവരുടെ ഒരു എനർജീസ് ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിന് നിങ്ങൾ ഓൺലൈനിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. വല്ലപ്പോഴും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് വരുന്നുണ്ടാവും. നിങ്ങൾ ഓൺലൈനിൽ വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഹസ്ബൻഡിൻ്റെ കേസല്ല, പല പല കേസുകളാണ് പറയുന്നത്. നിങ്ങളുടെ റീഡിങ്സുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഇത് വേറൊരു എനർജിയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഓൺലൈൻ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു എനർജിയിൽ എന്താണ് നിങ്ങളിപ്പം ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു കാർമിക് റിലേഷനാണ്. അപ്പം ഞാൻ എൻ്റെ തടി തപ്പുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിക്ക് നിങ്ങൾ ഈ ഒരു കണക്ഷൻ, നിങ്ങൾക്ക് നല്ല രീതിക്ക് പെയിൻ ഉണ്ട്, എന്നിട്ട് പോലും നിങ്ങൾ ഈ റിലേഷൻ ഒരു സെപ്പറേഷൻ ഫേസിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ഡസൻ മാറ്റർ, മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇവരുടെ മൈൻഡിൽ നിങ്ങളുണ്ട്. ഇല്ലെന്നുള്ളൊരു തോട്ട്സ് അല്ല, ഇവരുടെ മൈൻഡിൽ നിങ്ങളുണ്ട്. പക്ഷേങ്കിൽ ഇത് ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണോ വേണ്ടയോ. അല്ലെങ്കിൽ നമ്മളിപ്പം ഒത്തിരി സ്നേഹം ഒരാളോടുണ്ട്, പക്ഷെ നമുക്ക് അവരത്രയും ഹേർട്ട് ചെയ്തിട്ടുണ്ടാകും, അല്ല അവരുടെ ആക്ഷൻസ് വൈസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കണക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകില്ല. ഒരു എനർജി. ഈ ഒരു കാർഡ്സ് അഗെയിൻ വന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് കോണ്ടാക്ട് ചെയ്യാതിരിക്കുമ്പോൾ ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ വേറെ ആരെയൊക്കെ ആയിട്ട് ഫ്ലേർട്ട് ചെയ്ത് നടക്കുകയാണ്, വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഡേറ്റ് ചെയ്ത് നടക്കുകയാണെന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. പക്ഷേ ലിറ്ററലി നിങ്ങൾ വെയിറ്റിംഗ് ഫേസിലാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യുക മീൻസ് അവർ വരട്ടെ എന്നുള്ള രീതിക്ക് നിങ്ങൾ ഇരിക്കുകയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ മടുത്തു. നിങ്ങൾ റിലേഷൻഷിപ്പ് നിങ്ങൾ അഫോർട്ടിട്ട് നിങ്ങൾ മടുത്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അനങ്ങാതിരിക്കുകയാണ്. പക്ഷെ ഇവരുടെ വിചാരം നിങ്ങൾ വേറൊരു റിലേഷനിലേക്ക് പോയി, നിങ്ങൾക്ക് ഇനി ഇവരുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പം ഭയങ്കരമായിട്ട് റീസെൻ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റുകളോ എന്തെങ്കിലും ഫോട്ടോസൊക്കെ എവിടെയെങ്കിലും കറങ്ങാൻ പോയതൊക്കെ ബേർഡ്സിനെയൊക്കെ വെച്ചിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ ഇൻസ്റ്റയിലോ അല്ല സോഷ്യൽ മീഡിയ സൈറ്റിലോ. അപ്പോൾ ഇതൊക്കെ ഒരു വ്യക്തിക്ക് കാണുമ്പോൾ ഇവരുടെ വിചാരം നിങ്ങൾ ആരുടെയോ കൂടെ കറങ്ങാനൊക്കെ പോയി, ആരുടെയോ കൂടെ കറങ്ങി നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവരുള്ളതും ഇല്ലാത്തതും ഒന്നും നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഇതിന് റീസൺ മെയിനായിട്ടും ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻസ് അതുള്ളത് കൊണ്ടാണെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചുമ്മാ ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്ന ഒരാളാണെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. എനിക്കറിയില്ല, ഇത് കണ്ടിട്ട് എന്നെ എല്ലാവരും കൂടി കമൻറ്റിൽ വന്ന് പൊങ്കാലയിടരുത്. കാരണം ഈ ഒരു വ്യക്തിയുടെ എനർജി ഇവരങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളെല്ലാവരെയും കൂടി ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് ചുമ്മാ നടക്കുകയാണ്, ഒരു സീരിയസ്നെസ്സും ഇല്ല. ഇവർക്കൊരു പ്രയോറിറ്റി, നമ്മൾ വിക്ടം റോള് പ്ലേ ചെയ്യത്തില്ല അതുപോലെ ഞാൻ വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. ഈ ഒരു വ്യക്തി വെറുതെ നിങ്ങളെ സ്നേഹിക്കുന്നതാണ്, അല്ല നിങ്ങൾക്ക് അത്രയും സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഇവരോടില്ല എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ഇത് ഇവരുടെ ചിന്തയാണ്, ഞാൻ പറയുന്നതല്ല. കാർഡ്സിൽ എനിക്ക് ഈ ഒരു മെസ്സേജസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. ഇവർ ശരിക്കും അങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പുതിയതായിട്ട് ആരെങ്കിലും സെറ്റായോ കുറേ പേര് ലൈക്ക് ഈ ഒരു 7 ഓഫ് കപ്സിൻ്റെ എനർജി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഈ ഒരു വ്യക്തിയുടെ കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി ഫ്ലേർട്ടിങ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഫ്ലേർട്ട് ചെയ്ത് ഒത്തിരി പേരുടെ കൂടെ നടക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസിന് ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെയോ കൂടെ കറങ്ങാനൊക്കെ പോയി, എന്നിട്ട് ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ വെളിയിലൊന്നും കറങ്ങാൻ പോകാത്ത ആളായിരിക്കാം. ഇവരെ ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഒത്തിരി ചേഞ്ചായി, ട്രാവലൊക്കെ ചെയ്യും, നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ സെൽഫ് ലവ് ചെയ്തു തുടങ്ങി, നിങ്ങളുടെ ലുക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ റീസെൻ്റായിട്ട് നേരത്തെ ആയിരുന്ന ഇതിനൊക്കെ എനർജിയിലൊക്കെ ഷിഫ്റ്റ് ആയിട്ടുണ്ടാവാം. നിങ്ങൾ ഭയങ്കര മോഡേൺ ആയിട്ടുണ്ടാവാം.
സോ നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിൻ്റെ പിന്നിൽ നിങ്ങൾക്കൊരു റിലേഷൻ ഉള്ളതാണെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. എനർജീസാണ് ഇതിലൂടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഭയങ്കര ഹെവി എനർജി. ഐ തിങ്ക് ഞാൻ ഈ ഒരു റീഡിങ് ഇവിടെ ക്ലോസ് ചെയ്യാണ്, കാരണം എന്നാൽ ശരിയാവില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.